ലോകത്ത് വളരെയധികം അപകടം നിറഞ്ഞതും എന്നാൽ വളരെ കുറച്ച് മനസ്സിലാക്കിയിട്ടുള്ളതുമായ രോഗമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും സൈക്കോസിസും എന്ന് നിസ്സംശയം പറയാം. കാരണം BC 400-ൽ തന്നെ ഹിപ്പോക്രാറ്റ്സ് സൂചിപ്പിച്ചിട്ടുള്ള ഈ രോഗത്തെ 21-ാം നൂറ്റാണ്ടിലും ഏഷ്യൻ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അസുഖം വരുന്നതെന്ന മിനിമം ബോധം പോലുമില്ലെന്നത് വ്യക്തമാണ്. അതിനിടയിൽ ഗർഭത്തിൻ്റെയും പ്രസവത്തിൻ്റെയും പേരിൽ നാട്ടിൽ നിലവിലുള്ളതും പുതുതായി ഉരുത്തിരുന്നതുമായ ആചാരങ്ങളും അനാചാരങ്ങളും എത്രമേൽ വലിയ ഭാരമാണ് ഒരു സ്ത്രീക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത്തരമൊരു ഭാരം താങ്ങാനാകാതെ മാനസിക വിഭ്രാന്തിയിലകപ്പെട്ട ഒരു പാതിരാവിലാണ് പോത്തൻകോട്ടെ സുരിത തൻ്റെ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് ജയിലിലായത്. 2023 ഡിസംബർ 27 തിരുവനന്തപുരം പോത്തൻകോട് പോലീസ് സ്റ്റേഷൻ. ക്രൈം നമ്പർ 2167/23, വകുപ്പ് 302. ഡിസംബർ 26 തിരുവനന്തപുരം പോത്തൻകോട് കല്ലൂർ സ്വദേശി സുരിതയുടെ 36 ദിവസം പ്രായമുള്ള രണ്ടാമത്തെ കുഞ്ഞിനെ കിണറ്റിൽ നിന്നും മരിച്ച നിലയിൽ കണ്ടെത്തി. നൂലുകെട്ടിന് 4 ദിവസം മാത്രം ശേഷിക്കെയാണ് കുഞ്ഞ് കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് പ്രസവിച്ച സുരിത മൂത്ത കുട്ടിയെയും ചേർത്തുപിടിച്ചാണ് രാത്രിയിൽ കിടന്നിരുന്നത്. തൊട്ടു താഴെ നിലത്തു കിടന്നിരുന്ന അമ്മ ഗിരിജ പാതിരാത്രിയിൽ മകളുടെ നിലവിളി കേട്ട് ഉണർന്നപ്പോഴാണ് കുഞ്ഞ് നഷ്ടപ്പെട്ടതറിഞ്ഞത്. രണ്ടരയ്ക്കാണ് രാത്രി. ഒരു മണിക്കൂറിനൊന്നിപ്പോൾ ഞാൻ ഉണന്നപ്പോൾ അവൾ കൊച്ചിന് പാല് കൊടുത്തിട്ട് കൊച്ചിനെ കിടത്തണം. അപ്പം കൊച്ചിനെ ചരിഞ്ഞ് കിടക്കണം. ഞാൻ പറഞ്ഞു 100 വെച്ച് കിടത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയപ്പോൾ ഒരു മണിക്കൂറായപ്പോൾ അമ്മ എൻ്റെ അടുത്ത് കൊച്ചിനെ കണ്ടില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ പറയണം എൻ്റെ അടുത്ത്. ഇവളെടുത്തിട്ടാണ് കൊച്ചിനെ കണ്ടില്ലെന്ന് പറയണം. ഓടിക്കൂടിയ നാട്ടുകാർക്കൊപ്പം സുരിതയും ചേർന്ന് തെരച്ചിൽ നടത്തി. ഒടുവിൽ വീടിന് പുറകിലെ കിണറ്റിൻ കരയിൽ കുഞ്ഞിനെ പൊതിഞ്ഞ ഒരു തുണിക്കഷ്ടം കണ്ടെത്തി. അപ്പോഴും സുരിതയ്ക്ക് ഓർമ്മയില്ലായിരുന്നു കുഞ്ഞ് എങ്ങനെയാണ് കിണറ്റിൽ വീണതെന്ന്. പുലർച്ചെയോടെ പോലീസ് സുരിതയെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി അട്ടക്കുളങ്ങര ജയിലിലടച്ചു. തിരുവനന്തപുരം പോത്തൻകോട് എന്ന നാട് ഉറക്കമുണർന്നത് ഒരു ക്രൂര കൊലപാതകത്തിന്റെ വാർത്ത കേട്ടാണ്. വളർത്താൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിനാൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നാണ് അമ്മ സുരിത പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പോത്തൻകോട് പണിമൂല സ്വദേശിയും പ്രവാസിയുമായ ഭർത്താവ് സജിയുമായുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ പോലീസ് മുഖാന്തരം മാധ്യമങ്ങളിലൂടെ സുരിതയുടെ യാഥാർത്ഥ്യമൊഴിച്ച് പല കഥകളും പുറത്തുവന്നു. സംഭവ ദിവസം തന്നെ സുരിതയെ അറസ്റ്റ് ചെയ്ത് അട്ടക്കുളങ്ങര ജയിലിലടച്ച പോത്തൻകോട് പോലീസ് അന്വേഷണ മികവ് തെളിയിച്ച് പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും മുന്നിൽ കൂടുതൽ മിടുക്കരായി. പക്ഷേ ജയിലിലെത്തിയ സുരിതയുടെ മനോനില തകരാറിലാണെന്ന് കണ്ടെത്തി ചികിത്സ ഉറപ്പുവരുത്തിയത് ജയിൽ അധികൃതരായിരുന്നു. ഇവൊക്കെ മാനസികമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആശുപത്രി അങ്ങനെ കൊണ്ടുപോയാലും ഒരു ദിവസം മരുന്നേക്കും, പിന്നെ ആൾ കഴിവില്ല, പിന്നെ അങ്ങ് മാറും. ജയിലിലെത്തിയപ്പോഴും മാനസികാരോഗ്യനില മോശമായി തുടർന്ന സുരിതയ്ക്ക് ജയിൽ അധികൃതർ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചികിത്സ ഉറപ്പാക്കി. ഗർഭിണികൾ, അമ്മമാർ, കുഞ്ഞുങ്ങൾ എന്നിവരുടെ ആരോഗ്യനില വീട്ടിലെത്തി ഉറപ്പുവരുത്തുന്ന ആരോഗ്യ വകുപ്പിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള പങ്കാളികളാണ് ആശാ വർക്കർമാർ. എന്നാൽ സുരിതയുടെ അയൽവാസിയും കല്ലൂർ വാർഡിലെ ആശാ വർക്കറുമായ ഷജീനയ്ക്ക് സുരിതയിലെ അസുഖത്തെക്കുറിച്ച് യാതൊരു സൂചനയും ധാരണയും ഉണ്ടായിരുന്നില്ല. കാരണം പെരിനാറ്റൽ സൈക്കോസിസ് എന്താണെന്ന് അവർക്കാരും തന്നെ ഇന്നേ വരെ ബോധവൽക്കരണം നൽകിയിട്ടില്ല എന്നതാണ് വാസ്തവം. സുരിതയെ 2 പ്രസവങ്ങളിലും കണ്ടിട്ടുണ്ടാവും, 2 ഗർഭകാലത്തും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സുരിതയുടെ ഒരു ഭാവവ്യത്യാസം അല്ലെങ്കിൽ സുരിതയ്ക്ക് എന്തെങ്കിലും മാനസിക പ്രയാസം ഉള്ളതായിട്ടോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു മാനസിക പ്രശ്നം ഉള്ളതായിട്ട് സുരിത പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ അടുത്ത് ആ രീതിയിൽ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നതല്ലാതെ മാനസിക പ്രശ്നം ഉള്ളതായിട്ട് നമുക്ക് സംശയം തോന്നിയിട്ടുമില്ല. ഈ കുട്ടിയെ കിണറ്റിലിട്ടതിന് ശേഷം മാത്രമാണ്
ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പം നേരത്തെ അതങ്ങനെ നമുക്കൊരു സൂചന തന്നിരുന്നുവെങ്കിൽ നമ്മളതനുസരിച്ചുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തുമായിരുന്നു. പക്ഷേ നമുക്കങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടില്ല. സുരിത സംഭവത്തിന് ശേഷം പോത്തൻകോട് പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവയർനെസ്സുകളൊക്കെ നമ്മൾ വാർഡ് തലത്തിൽ ഓരോ ഏരിയകളിൽ വെച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബശ്രീപരമായി നടത്തുന്നുണ്ട്. ഇത് തന്നെയാണ് ഉദാഹരണം എടുത്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഇത് ഉണ്ടാവരുതെന്നും കൂടുതൽ ഗർഭിണികളെയൊക്കെ നമ്മൾ കൂടുതൽ സന്ദർശനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മാസത്തിലെന്നുള്ളത് നമ്മൾ ആഴ്ചതോറും അവർക്ക് ക്ലിനിക്കിലെത്താൻ പറയുന്നുണ്ട്. എന്നിരുന്നാലും നാട്ടുകാരുടെ മനോനിലയിൽ മാറ്റമുണ്ടാക്കാൻ അടുത്ത കാലത്തൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല. അത് നമ്മളെ സമൂഹം സ്വന്തം കുട്ടിയെ മാതിരി കാണിച്ചാൽ നമ്മളെ സമൂഹം എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ചും നമ്മളെ കേരളീയർ എങ്ങനെയായിരിക്കും? അതിന് അത് തള്ളയെ കൊന്ന കുട്ടിയെ കൊന്ന തള്ളയായിട്ടല്ലേ കാണാൻ പറ്റൂ. അതിന് സംശയം തരും എന്ന് പറയണമെങ്കിലും നമ്മളെ സമൂഹം അംഗീകരിക്കുമോ? സുരിത ഇക്കഴിഞ്ഞ മാസം ജാമ്യത്തിലിറങ്ങി വീട്ടിലെത്തി. മാനസികാരോഗ്യം വീണ്ടെടുക്കാനുള്ള ചികിത്സ തുടരുന്നു. എന്നാലും സുരിതയെ കുഞ്ഞിന്റെ ഓർമ്മകൾ എപ്പോഴും വേട്ടയാടും. കാരണം സുരിതയുടെ വിശ്വാസപ്രകാരം വീടിനുള്ളിലെ ഒരു കുഞ്ഞു മുറിയിലാണ് കുഞ്ഞിനെ മറവ് ചെയ്തിരിക്കുന്നത്. ആ മുറി മറ്റൊരു കാര്യത്തിനും ഉപയോഗിക്കാതെ അങ്ങനെ തുറന്നു കിടക്കും. ഒരു ദിവസം മാത്രം കണ്ടവരെ പോലും ആ കുഞ്ഞുറങ്ങുന്ന പച്ചമണ്ണ് വല്ലാതെ അലോസരപ്പെടുത്തും. പിന്നെ എങ്ങനെയാകും സുരിതയിലെ അമ്മ 36 ദിവസം മാത്രം കൂടെയുണ്ടായിരുന്ന ആ കുഞ്ഞോർമ്മകളെ ശിഷ്ടകാലം അതിജീവിക്കുക? മുതൽ ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിചരണം ഉറപ്പാക്കാൻ വകുപ്പിന്റെ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവരാണ് ആശാ വർക്കർമാർ. ഗർഭിണികൾക്ക് ആന്റിനെറ്റൽ കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകാൻ നിയോഗിക്കപ്പെട്ടവർ. 25-നും 45-നും ഇടയിലുള്ള 10ാം ക്ലാസ് യോഗ്യതയുള്ള സ്ത്രീകൾക്കാണ് നിയമനം നൽകുക. ഇങ്ങനെയൊക്കെയാണെങ്കിലും പക്ഷേ ഒരൊറ്റ പെരിനാറ്റൽ സൈക്കോസിസ് കേസ് പോലും മുൻകൂട്ടി കാണാനോ റിപ്പോർട്ട് ചെയ്യാനോ ആശമാർക്ക് സാധിച്ചിട്ടില്ല. അതിനർത്ഥം ആശമാർക്ക് ഇക്കാര്യത്തിൽ ഒരു അവബോധം നൽകിയിട്ടില്ല എന്നുകൂടിയാണ്. സമൂഹവും സർക്കാരും അത്രമേൽ അവഗണിച്ച ഒരേ ഒരു രോഗവും ഇതുതന്നെയാകും. ക്യാമറാമാൻമാരായ JB ജ്യോതിഷിനും രതീഷ് കട്ടേലക്കുമൊപ്പം ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.